ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ നാൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഓവനിലും ഓവനില്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഓവനിലാണ് ചെയ്തേക്കുന്നത്. ഓവനില്ലാതെ നമ്മൾ ഗാർലിക് ബട്ടർ നാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെയിം മെത്തേഡ് ഓവനില്ലാതെ യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ചിക്കൻ നാന് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു അര കപ്പോളം ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഞാൻ പ്രൂഫ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ അത് പ്രൂഫ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2.5 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം സോൾട്ടും ഒരു എഗ്ഗ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം ഓയിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അധികം സ്റ്റിക്കി ആകാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ബാക്കി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ആയി കഴിയുമ്പോൾ ഈ മാവിൻ്റെ മുകളിലും അതിൻ്റെ സൈഡിലും എല്ലാം കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് ഡബിൾ സൈസ് ആകുന്നിടം വരെ. ഈ നേരം കൊണ്ട് അതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലിലേക്ക് ഒരു അര സവോള ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ഗ്രീൻ ചില്ലിയാണ് എടുത്തേക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി എടുക്കാം. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കണം. 1 ടീസ്പൂൺ വീതം പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 400 ഗ്രാമോളം ചിക്കൻ ഞാൻ ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്ക് ചെയ്ത ശേഷം ഷ്രെഡ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് കൊറിയാൻഡർ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റഫിങ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒരു ഡബിൾ സൈസൊക്കെ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇത് ഞാൻ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നാൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിതിന് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ടോ റോളർ കൊണ്ടോ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞാൽ നമ്മൾ സ്റ്റഫിങ് വെക്കുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി നല്ല തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ചീസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ വെച്ച് നമ്മൾ മോമോസിനൊക്കെ കവർ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റഫിങ് വെച്ച ശേഷം നമ്മൾ ഒന്നെങ്കിൽ കൈകൊണ്ടോ റോളർ കൊണ്ടോ പരത്തിയെടുക്കുമ്പോൾ ഇച്ചിരി ജെൻറ്റ്ലി പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും ഈ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പരന്ന് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ജെൻറ്റ്ലി ഇതുപോലെ ഒരു റോളർ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഞാൻ ഇതുപോലെ ഇതിനൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നൈഫോ ഫോർക്കോ വെച്ച് ഇതുപോലൊരു ഡിസൈനും കൂടെ കൊടുക്കാം. പ്രത്യേകിച്ച് ഓവനിലാണ് വെക്കുന്നത് കൊണ്ട് അത് ഒത്തിരി അങ്ങ് വലിയ സൈസ് ആകാതിരിക്കാൻ പൊങ്ങി പോകാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയിൽ ഒരു 2 ടീസ്പൂൺ പാലൂടെ ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഈ മിക്സ് ഇതിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ആ ബ്രൗൺ കളർ അതിൻ്റെ മുകളിൽ കിട്ടാനായിട്ട് അത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുവാണ്. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നാനും റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 300 ഡിഗ്രിയിൽ 8 to 9 മിനിറ്റ്സ് ബേക്ക് ചെയ്ത ശേഷം 2 to 3 മിനിറ്റ്സ് ഒന്ന് ബ്രോയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലപോലെ റെഡിയായി കിട്ടും. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫ് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ചിക്കൻ നാന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.